ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ അങ്ങനെ കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. എല്ലാവരും കഴിഞ്ഞ വീഡിയോമായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിർബന്ധമായിട്ടും കാണണം. അത് കാണാതെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള എക്സസൈസുകളാണ്. അതായത് ഒരുപാട് ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ. നമുക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ആ ചാപ്റ്ററിലുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. നമുക്ക് നോക്കാം. കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നേരെ അതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അക്കൗണ്ടൻസിയെ കുറിച്ച് എന്താ തോന്നുന്നത്? ഞാൻ ആദ്യത്തെ ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അക്കൗണ്ടൻസി വളരെ സിമ്പിൾ ആണ്, അമ്പിൾ ആണ്, നോബിൾ ആണ് എന്നൊക്കെ, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം തോന്നുന്നില്ലേ? ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ എവിടെയോ ചെയ്യേണ്ട കാര്യത്തിൽ എവിടേക്കോ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയിക്കേണ്ടി വരും. കാരണം അത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും അങ്ങനെ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ എന്നോട് ചോദിക്കേണ്ടതാണ്. നമുക്കൊന്നുകൂടി അത് ക്ലിയർ ചെയ്യാവുന്നത് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാണ്. നമുക്ക് ആദ്യം കുറച്ച് ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ പറയണം. ചിലപ്പോൾ ചില സംഗതികളിൽ, ചില സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചില വാചകങ്ങൾ തെറ്റായിരിക്കും. തെറ്റാണെങ്കിൽ എന്താണ് അതിന്റെ ശരി എന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്യണം. ഇനി ശരിയാണെങ്കിൽ നോ പ്രോബ്ലം, അത് ശരിയാണ്, അത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ നോക്കാം. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ആർ സിനോണിമസ്. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ആർ സിനോണിമസ്. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും ഒരേ സാധനമാണ്, ഒരുപോലെയാണ് എന്നാ പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? നമ്മൾ ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ചും അക്കൗണ്ടിങ്ങിനെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ആ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബുക്ക് കീപ്പിംഗ് എന്നുള്ളത് മിയർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് എന്നുള്ളത്. എന്നാൽ അക്കൗണ്ടിങ് അങ്ങനെയല്ല. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ചെയ്തിട്ട് ക്ലാസിഫിക്കേഷനും അനാലിസിസും ഇന്റർപ്രിട്ടേഷനും ഒക്കെ നമ്മൾ നടത്തുന്ന ഒരു വലിയ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിയാണോ? അപ്പോൾ റോങ് ആണ്, ഫാൾസ് ഉത്തരമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്താ? ബോത്ത് ആർ ഡിഫറെന്റ് എന്നാണ് ഇതിന്റെ ഉത്തരം. ഇത് തെറ്റാണ്, ഫാൾസ് ആണ്. FALSE, ഫാൾസ്, തെറ്റ്. ബോത്ത് ആർ ഡിഫറെന്റ് എന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഞാൻ ഇതിങ്ങനെ എഴുതിയിട്ട് പറയുന്നുണ്ടെങ്കിലും അവസാനം, അതായത് നമ്മളെ വീഡിയോയുടെ അവസാനം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടെക്സ്റ്റിലുള്ള അതേ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കറക്റ്റ് തരാം. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയെടുത്താൽ മതി. ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് എഴുതണ്ട. ഓക്കെ, ഈ ബോർഡ് മേലുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളെ നോട്ടിലേക്ക് എഴുതി വെക്കേണ്ട കാര്യം ഇല്ല. ഞാൻ അവസാനം, വീഡിയോയുടെ അവസാനം എക്സസൈസ് അങ്ങനെ തന്നെ തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ആ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി വെക്കുക നോട്ടിൽ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ഓക്കെ, കൃത്യമായിട്ട് കേൾക്കുക, അത് മനസ്സിലാക്കുക മാത്രം, എഴുതണ്ട. രണ്ടാമത്തെ, എക്സസ് ഓഫ് കറണ്ട് അസറ്റ്. ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയാണ് കറണ്ട് അസറ്റ് എന്നുള്ളത്. ഇങ്ങനെയൊന്നും നിങ്ങൾ എഴുതരുത്. നിങ്ങൾ കറണ്ട് അസറ്റ് എന്ന് കംപ്ലീറ്റഡ് ആയിട്ട് തന്നെ എഴുതണം. ഓവർ കറണ്ട് ലാബിലിറ്റീസ് ഈസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ അഥവാ ലോങ് ടേം ക്യാപിറ്റൽ നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഇവിടെ കറണ്ട് അസറ്റിനെക്കാളും കൂടുതലായിട്ട്, കറണ്ട് ലാബിലിറ്റിയെക്കാളും കൂടുതലായിട്ട്, ഓവർ കറണ്ട് ലാബിലിറ്റി എന്നല്ലേ, കറണ്ട് ലാബിലിറ്റിയെക്കാൾ കൂടുതലായിട്ട് കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഫിക്സഡ് ക്യാപിറ്റൽ എന്നാണോ വിളിക്കുന്നത് എന്ന ചോദ്യം. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അത് തെറ്റാണെന്നുള്ളത്. കാരണം എന്താ? ഇവിടെ രണ്ടും കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയാണ്. അതൊരിക്കലും എന്താവില്ല, ഫിക്സഡിലേക്ക് പോവില്ല, അല്ലേ? ഫിക്സഡ് അസറ്റ് ഫിക്സഡ് ലാബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാലും ഒന്നുകൂടി ആലോചിച്ച് നോക്കായിരുന്നു. ഇവിടെ കറണ്ട് അസറ്റ് കറണ്ട് ലാബിലിറ്റിയും തമ്മിൽ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റിയെക്കാളും കറണ്ട് അസറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് മക്കളെ പറയുക. ഫിക്സഡ് ക്യാപിറ്റൽ അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ. അതായത് എൻ്റെ കയ്യിൽ കുറച്ച് കറണ്ട് അസറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 2 രൂപയുള്ളതെന്ന് വിചാരിക്കുക. ഇനി കറണ്ട് ലാബിലിറ്റിയുടെ കണക്ക് നമ്മളെ സ്ഥാപനത്തിന്റെ എടുത്തു നോക്കിയപ്പോൾ അത് 1 രൂപയാണെന്നും വിചാരിക്കുക. അപ്പൊ ഈ 2 രൂപയിൽ നിന്ന് 1 രൂപയും ആണ് നമ്മൾ കൊടുക്കേണ്ടത്, പുറത്തുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ലാബിലിറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. അതും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ബാലൻസ് ആയിട്ട് 1 രൂപ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ആ 1 രൂപയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തന മൂലധനം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അധികം പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിലൊന്നും അങ്ങനെ വരുന്നില്ല. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം.
ഇനി നോക്ക്, ഗുഡ് വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഗുഡ് വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഗുഡ് വിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗുഡ് വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്തായിരുന്നു? തൊടാനോ കാണാനോ ടച്ച് ചെയ്യാനോ ഒരു ഫിസിക്കൽ രൂപം ഇങ്ങനെ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റാത്ത അസറ്റാണ്. അപ്പൊ ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ ആണ്, പ്രശസ്തിയാണ്. അപ്പോ ഈ പറഞ്ഞ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണം തന്നെയാണ് ഗുഡ് വിൽ, അല്ലേ? അപ്പോ റൈറ്റ് ആണ്, ട്രൂ ആണ്. മൂന്നാമത്തെ ഉത്തരം ട്രൂ ആണ്. ഇതൊന്നും നിങ്ങൾ ഇപ്പൊ എഴുതണ്ടേ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നാലാമത്തെ, ഫിക്സഡ് അസറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലോട്ടിംഗ് അസറ്റ്. ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളത് എന്നാണ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ കാലയളവിലേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ കൈവശമുള്ള അസറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അസറ്റിന്റെ മറ്റൊരു പേരാണ് ഫ്ലോട്ടിംഗ് അസറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഇങ്ങനെയും അറിയപ്പെടുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞത്. അപ്പോ ആ ഉത്തരം തെറ്റാണ് മക്കളെ. കാരണം ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. അത് കറണ്ട് അസറ്റിന്റെ ഒരു മീനിങ്ങിലേക്കാണ് വരിക. അപ്പോ ഇത് തെറ്റാണ്, ഫാൾസ് ആണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഉത്തരം എന്തായിട്ടാ വരിക? ലോങ് ടേം അസറ്റ് എന്നുള്ളതാണ് ഇവിടെ വരിക. ഓക്കെ, ഫിക്സഡ് അസറ്റിന്റെ മറ്റൊരു പേരാണ് ലോങ് ടേം അസറ്റ് എന്നുള്ളത്. ലോങ് ടേം അസറ്റ് നമ്മൾ അങ്ങനെ പൊതുവിൽ ഉപയോഗിക്കാറില്ല. ഫിക്സഡ് അസറ്റ് എന്ന് തന്നെയാണ് പലപ്പോഴായിട്ട് ഉപയോഗിക്കാറ്. ഇനി ഇങ്ങനെ ഉപയോഗിക്കാം എങ്കിൽ ലോങ് ടേം അസറ്റ് എന്ന് പറയുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. ഓക്കെ, അതാണ് അതിന്റെ ഉത്തരം. അത്രയും കാര്യം. അപ്പോൾ ഈ 4 കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ എക്സസൈസ് അങ്ങനെ തന്നെ ഇതിന്റെ അവസാനം തരം അത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഉത്തരം നിങ്ങൾ ഈ കേട്ടത് മനസ്സിലുണ്ടാകും, അത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ശരി, നമുക്ക് ഇവിടേക്ക് നോക്കാം. ഇതൊരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സസൈസിന്റെ ഭാഗമായിട്ടുള്ള മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്ക്, സ്റ്റോക്ക്, ബാലൻസ് ഷീറ്റ്, ഗുഡ് വിൽ, ഡെപ്റ്റേഴ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിന് മാച്ച് ആവുന്ന ഐറ്റംസ് ആ സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ഐറ്റങ്ങൾക്ക് മാച്ച് ആവുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ നമുക്ക് ഈ വലതു സൈഡിൽ കാണാം. നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആദ്യം എളുപ്പത്തിൽ ഏതെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കണക്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മാർക്ക് ചെയ്തൊന്നും വെക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോക്ക് എഴുതിയിട്ട് അതിന് മാച്ച് ആകുന്ന സാധനം ഏതാണോ അത് കറക്റ്റായിട്ട് അതിന്റെ നേർക്ക് എഴുതണം. നിർബന്ധമാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അല്ലാതെ ഒരിക്കലും സ്റ്റോക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ അങ്ങനെ കണക്ട് ചെയ്യുന്ന പരിപാടി നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, നോക്ക്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാ പെടുക? എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി ആണോ? ഈ ഒരു സാധനം നമ്മൾ ഇപ്പം പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം ഏതാന്നുള്ളത്. ഏതാ? അതവിടെ കേട്ടെ, സ്റ്റോക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. സ്റ്റോക്ക് എന്നുള്ളത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ, അക്കൗണ്ട്സ് റിസീവബിൾ ആണോ, അൺസോൾഡ് ഗുഡ്സ് ആണോ, ഡബിൾ എൻട്രി സിസ്റ്റം ആണോ, ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ? ഇവിടെ സ്റ്റോക്ക് എന്നുള്ളത് കറണ്ട് അസറ്റ് ആണ് എന്നുള്ളൊരു ഐറ്റം ആണ്. അതിലുപരി അത് അൺസോൾഡ് ഗുഡ്സ് ആണ്, വിൽക്കാതെ ബാക്കിയായിട്ടുള്ള സാധനം എന്നാണ് അതിന്റെ അർത്ഥം. സ്റ്റോക്ക് സാധനം ബാക്കിയായത്. അപ്പോൾ ഒന്നിന് നേരെയുള്ളത് ഇതാണ്. ഇനി രണ്ടാമത്തെ ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. ഈ സാധനത്തെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞിട്ടില്ല, ഇനി അങ്ങോട്ട് പറയുകയുള്ളൂ. ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അതായത് സ്വത്ത് വകകൾ അല്ലെങ്കിൽ മൊത്തം ആസ്തി എത്രയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഗതിയാണ്, സാധനമാണ് എന്ത്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് സ്വത്ത് വക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പറയാം ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പം ബാലൻസ് ഷീറ്റിന് സമമായിട്ടുള്ളത് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 5 എണ്ണാണുള്ളത്, ഇവിടെ 1 2 3 4 5 6 എണ്ണം ഉണ്ട്. പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഐറ്റം ഇതിലില്ലാത്തതാണ്, മാത്രമല്ല ബാക്കിയെല്ലാം ഷഫിൾ ചെയ്തിട്ടുള്ളത്. അപ്പം മാച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംഗതി തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇനി ഗുഡ് വിൽ എന്താണെന്നുള്ള ഓൾറെഡി നമുക്കറിയാം, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് അല്ലെ, ഇൻടാഞ്ചിബിലിറ്റി ആണ്. ഇനി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ സാധനങ്ങൾ മേടിച്ചിട്ട് പൈസ ഇങ്ങോട്ട് തരാനുള്ള വ്യക്തിയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് അക്കൗണ്ട് റിസീവബിൾ. ഇങ്ങോട്ട് കിട്ടാനുള്ളത്, റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കിട്ടുക, ലഭിക്കുക, ലഭിച്ചു എന്നൊക്കെയാണ്. റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനുള്ളത്. അപ്പൊ ഡെപ്റ്റർക്ക് സമമാണ് റിസീവബിൾ. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ഇപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് മുന്നേ പറഞ്ഞു നിർത്തിയിട്ടേ ഉള്ളൂ. എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ ഇത്രയും സാധനം. അപ്പോൾ ഈ ഡബിൾ എൻട്രി എന്നുള്ള സാധനം എവിടെയും നമുക്ക് വരുന്നില്ല. അപ്പൊ അതൊരു എക്സ്ട്രാ ഉള്ള പോയിന്റ് ആണ്. ഇങ്ങനെ പോയിന്റ് തന്നിട്ട് നമ്മളെ പറ്റിക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത് എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഞാൻ ക്വസ്റ്റ്യൻ അവസാനം ഇത് തരും, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞത് ഓർമ്മിച്ച് വെച്ചുകൊണ്ട് അത് സ്വന്തമായിട്ട് മാച്ച് ചെയ്തിട്ട് അവിടെ എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത
സംഗതിയിലേക്ക് പോകാം. ശരി, ഇനി ഞാൻ ബോർഡിലേക്ക് എഴുതുന്നില്ല, 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആൻസർ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ പേഴ്സൺ ഹു ലയബിൾ മണി ടു ദി ഫേം ഓർ ടു ദി ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തിയെ നമ്മൾ എപ്പോഴും വിളിക്കാറുള്ളത് ഡെപ്റ്റർ എന്നാണ്. അതൊന്ന് കൂടുതൽ വ്യക്തി ഉണ്ടെങ്കിൽ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കും. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ടേം. ഓക്കെ, അത് മറ്റൊന്ന്. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റിന് ഒരു ഉദാഹരണം പറയൂ എന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണമാണ് പെട്രോൾ, ഡീസൽ, മൈനിങ് അല്ലെങ്കിൽ കരിങ്കൽ ക്വാറി, ഇതൊക്കെ. ഓക്കെ, അതാണ് അടുത്ത ചോദ്യം. മറ്റൊന്ന് വായിക്കാം. അസറ്റ് അക്വയേർഡ് ഫോർ ലോങ് ടേം യൂസ്. നമ്മളൊരു അസറ്റ് മേടിക്കുകയാണ്, അത് ഒരുപാട് കാലത്തേക്കുള്ള ഉദ്ദേശത്തിലാണ് മേടിച്ചത് എങ്കിൽ, ലോങ് ടേം യൂസേജിന് വേണ്ടിയിട്ടാണ് മേടിച്ചത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോങ് ടേം അസറ്റ് അല്ലെങ്കിൽ കറണ്ട് ഫിക്സഡ് അസറ്റ്. അത് മാറിപ്പോയത്, ഫിക്സഡ് അസറ്റ്. അടുത്താണ് തിങ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ ദി ബിസിനസ് ഫോർ ദി പർപ്പസ് ഓഫ് റീസെയിൽ. നമ്മൾ ചില സാധനങ്ങൾ ബിസിനസ്സിലേക്ക് മേടിച്ചു കൊണ്ടുവരുന്നു, അത് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മേടിച്ചു കൊണ്ടുവച്ചത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ വിൽക്കാനുള്ള ഉദ്ദേശത്തിൽ കുറെ സാധനങ്ങൾ മേടിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവെക്കുന്നതിനെ നമുക്ക് എന്ത് പറയാമെന്നാ ചോദിച്ചത്. മേടിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് ഓർമ്മിക്കേണ്ടത് പർച്ചേസ് ആണ്. അത് വിറ്റ് അല്ലെങ്കിൽ വിറ്റ് പൈസയാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ 100% പർച്ചേസ് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പർച്ചേസ് എന്നാണ് അതിന്റെ ഉത്തരം. ഇനി ഡാഷ് ഈസ് ദി മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാനുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ സാധനമാണ്, ബിസിനസ്സിന് ഒരുപാട് ഇൻകം ഉണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വരുമാനം ഉണ്ടാകും. അതിൽ മേജറും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ മക്കളെ. ഏതായിരുന്നു? ഇതിന്റെ ഉത്തരം ഞാൻ അവസാനം പറയാം. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണേ. അത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം പറ, അത് ശരിയാവും നമുക്ക് നോക്കാം. അതായത് അവസാനം എന്ന് വെച്ചാൽ വീഡിയോന്റെ അവസാനമല്ല, ഈ 2 ക്വസ്റ്റ്യൻസ് കൂടി വായിച്ചതിന് ശേഷം നോക്ക്. ഡാഷ് റെപ്രസെന്റ്, അടുത്താണ്. ഡാഷ് റെപ്രസെന്റ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി പ്രൊപ്രൈറ്റർ ഫോർ ദി സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തുടക്ക സമയത്ത് അതിന്റെ ഓണർ നിക്ഷേപിച്ചിട്ടുള്ള പൈസയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിസിനസ് തുടങ്ങാൻ വേണ്ട പൈസനെ എന്താ വിളിക്കുക? ഒന്നും വിളിക്കൂലേ? വിളിക്കും. ക്യാപിറ്റൽ, മൂലധനം. മറന്നു പോകരുത്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി എന്താ പറയാ? ഓക്കെ, ഇത്രയും ചോദ്യമാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ പറ, ഞാനിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം മേജർ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് ആണ് മക്കളെ, സെയിൽസ്. ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട വരുമാനം സെയിൽസ് ആയിരിക്കും. മറ്റെന്ത് വരുമാനം ഉണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും അതിന്റെ സെയിൽസോളം വരില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അല്ലെങ്കിൽ ആ സ്ഥാപനം ഡീൽ ചെയ്യുന്ന വസ്തുക്കൾ, അതായത് എന്താണോ വിൽക്കാൻ ഉദ്ദേശിച്ചത് അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ, ദാറ്റ് ഈസ് സെയിൽസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കൃത്യമായിട്ട് ഈ 10-11 വീഡിയോസ് എല്ലാവരും നന്നായിട്ട് കാണണം. ഇത് കണ്ടാൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ വീഡിയോയുടെ അവസാനം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ പറയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2ാമത്തെ ചാപ്റ്ററുമായിട്ട് കാണാം.